കേരളം ഇപ്പോൾ ഭരിക്കുന്നത് BJP സർക്കാരാണെന്ന് ഉറപ്പായിട്ടുണ്ട്. എന്താണെന്നല്ലേ, ഡൽഹിയിൽ നടക്കുന്ന ആ യുവത്വങ്ങളുടെ പ്രതിഷേധത്തെ പിന്തുണച്ച് ഇവിടെ കൊച്ചിയിൽ വേടനും സംഘവും ഒരു സംഗീത പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടിയുടെ പേരിൽ ഇപ്പോൾ കേരളത്തിലെ മേനോൻ മുഖ്യനും ആഭ്യന്തരമന്ത്രിക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല. കട്ടക്കലിപ്പ്. എന്ത് ചെയ്തു എന്നല്ലേ ദേ കണ്ടേ. ദില്ലിയിലെ സമരത്തെ പിന്തുണച്ച് കൊച്ചിയിൽ വേടൻ പങ്കെടുത്ത പരിപാടിക്കെതിരെ കേസ്. വേടന്റെ മാനേജറായ വിഘ്നേഷിനും കണ്ടാൽ അറിയാവുന്ന 99 പേർക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസിന്റെ അനുമതിയില്ലാതെ പരിപാടി നടത്തിയെന്നാണ് കേസ്. അങ്ങനെ ഡൽഹിയിൽ ഇറങ്ങിയ ചെറുപ്പങ്ങളെ പിന്തുണച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ പരിപാടി നടത്തൂ? ആലോചിക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് എന്നാണ് നമ്മുടെ വെപ്പ്. കൊച്ചിയിൽ യുവാക്കൾക്കിടയിൽ ഒരു സംഗീത പരിപാടി നടത്തിക്കൊണ്ട് അങ്ങ് ഡൽഹിയിലുള്ളവരെ പിന്തുണയ്ക്കുകയും കേന്ദ്രം ഭരിക്കുന്നവരെ കുറ്റം പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. കേരളത്തിൽ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ഇതൊന്ന് കണ്ണു തുറന്ന് കാണണം. മോഡിയുടെ സ്വന്തം അനിയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പല ആവർത്തി പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഇതുവരെ തലയിൽ കയറാത്തവർ രാഹുൽ ഗാന്ധിയുടെ സമരത്തിൽ കേക്ക് മുറിക്കാൻ എന്ന പേരിൽ കൊണ്ടുപോയി അവിടെ പ്രതിഷേധ സമരത്തിന് ഇരുത്തിയപ്പോൾ അതിനോട് കാണിച്ച അസഹിഷ്ണുതയും താല്പര്യമില്ലായ്മയുടെയും ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടതിന് പിന്നാലെയാണ് കേരളത്തിലെത്തിയ ഉടനെ ഇവിടെ വേടനെ പോലുള്ള റാപ്പ് ഗായകരൊക്കെ അങ്ങനെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമെങ്കിൽ ഇത് ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരാണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും കേരളത്തിലുള്ളവർ മനസ്സിലാക്കുക, സംഘപരിവാറുകാർ എന്തുകൊണ്ട് ഇവിടെ സംതൃപ്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അണുകിട ചലിക്കാതെ നടപ്പാകുന്നുണ്ട്. കേന്ദ്രം ഭരിക്കുന്നവർക്കെതിരെ കേരളത്തിൽ പ്രതിഷേധം നടത്തിയാൽ അതിനെതിരെ കേസെടുത്ത് അവരെ ജയിലിൽ അടയ്ക്കാനുള്ള തീരുമാനം നടപ്പാക്കുമ്പോൾ ചിന്താശേഷിയുള്ളവർ മനസ്സിലാക്കുക, നിങ്ങൾ ആരെയാണ് കഴിഞ്ഞ സർക്കാരിനെ മാറ്റിയിട്ട് അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള അവസരമാണ്. അങ്ങനെ കേന്ദ്രന്മാർക്കെതിരെ ഞങ്ങൾ ഭരിക്കുന്നിടത്ത് നിങ്ങൾ പ്രതിഷേധിക്കൂ എങ്കിൽ അതിനെതിരെ കേസ് വരും. അങ്ങനെ ഇനി ഇവിടെ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതി കയറേണ്ടി വരുമെന്നുള്ള ശക്തമായ താക്കീത് മേനോനും സംഘവും കൊടുത്തിരിക്കുകയാണ്. എത്ര വിശാല ഹൃദയരാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. BJPക്ക് എന്തിന് ഈ നാട്ടിൽ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി? BJP നേതാക്കന്മാർ ചെയ്യുന്ന വേഗത്തിൽ തന്നെ പരിപാടി നടന്ന് തിരിച്ചെത്തി ഉടൻ തന്നെ ഇങ്ങനെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ സർക്കാരിന്റെ രാഷ്ട്രീയ ചിന്തയെന്നും ആരെയാണ് മേനോൻ സർക്കാർ പിന്തുണയ്ക്കുന്നതെന്ന് ഇനിയെങ്കിലും അരി ആഹാരം കഴിക്കുന്നവർക്ക് ചിന്തിക്കാവുന്നതാണ്. അവിടങ്ങളിലുണ്ടായ പ്രതിഷേധം അത് BJP സർക്കാർ കേസെടുത്തത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇങ്ങ് കേരളത്തിലേക്ക് എത്തുമ്പോൾ അതേ മനോഭാവത്തിലുള്ള നടപടി ഉണ്ടാകുമ്പോൾ അവരും ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക്, അതായത് ന്യായീകരണക്കാർക്കൊന്ന് വിശദീകരിച്ച് മനസ്സിലാക്കി തന്നാൽ കൊള്ളാമായിരുന്നു.